ഇന്ന് സെപ്റ്റംബർ 20. ഇനി നിങ്ങളുടെ മുന്നിൽ ഈ മാസം തീരാൻ വേണ്ടിയിട്ട് ഏകദേശം 10 ദിവസമുണ്ട്. ഈ 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു മാസമായി, ഒക്ടോബറായി, അതിനുശേഷം നവംബറായി. ദെൻ നിങ്ങൾ കാണാൻ പോകുന്ന നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ടൈം എക്സാമിൻ്റെ മാസമാണ് ഡിസംബറിൽ നിങ്ങൾ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ആ എക്സാമിന് വേണ്ടി എത്ര പേര് ഇപ്പോഴേ പഠിച്ചു തുടങ്ങി എന്നുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് സാർ ഞാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാം ഇപ്പം തന്നെ. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് എത്രത്തോളം സീരിയസ്നെസ് ഉണ്ട്. നിങ്ങൾ ഓണം എക്സാമിന് പേപ്പറൊക്കെ കിട്ടി അതിൻ്റെ ചൂടാറുന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടി, അതിൻ്റെ മാർക്ക് കിട്ടി, ഒന്ന് കാല് നീട്ടി ഒന്ന് ഇരിക്കണേ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് ഇതാ 2 മാസം നിങ്ങളുടെ മുന്നിലേക്ക് പോകും. ഡിസംബർ ആകും, ക്രിസ്മസ് എക്സാം ആകും. നിങ്ങൾ എത്ര പേര് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി എടുത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ എസ് എന്ന് കമൻറ്റ് ചെയ്യണം. മറ്റൊന്നും കൊണ്ടല്ല, ഈ 2 മാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുന്നേ ഒരു ബ്ലിങ്ക് ഓഫ് എൻ ഐ സമയം കൊണ്ട് നിങ്ങൾക്ക് തീരുന്നതായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് കലാകായിക മത്സരങ്ങളുണ്ടാവും, സ്പോർട്സ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ അതൊക്കെ ഇനി നടക്കാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന 2 മാസങ്ങളിലാണ്. ഓക്കെ, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇത് നിങ്ങൾക്ക് ഇനി അവധിയായിട്ട് കുറേ ദിവസം പോകുന്നതായിരിക്കും. പറഞ്ഞിട്ടുള്ള പൂജ ഹോളിഡേയ്സ് ആയിട്ട് കുറച്ച് ദിവസം പോകുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് അവധികളും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര പേര് ക്രിസ്മസ് എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ട് SSLC എന്ന് പറയുന്നിട്ടുള്ള ഈ ഒരു ബാരിയർ കടക്കാൻ വേണ്ടി റെഡി ആയിട്ടുള്ളവർ എത്ര പേരുണ്ടെന്നുള്ളത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ്. ആ സീരിയസ്നെസ് നിങ്ങളുടെ ഉള്ളിൽ കയറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ് നിങ്ങൾ ചിന്തിക്കുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇനി പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു റെഗുലർ സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കാം, നമ്മുടെ എക്സാമിനർ ബാച്ചിലോ ഒന്നിലും പഠിക്കാതെ നിങ്ങൾ യൂട്യൂബ് മാത്രം ലൈവ് ഇരുന്ന് കണ്ട് പഠിച്ചു വരുന്നൊരു മക്കളാണെങ്കിൽ, നിങ്ങൾ ലൈവുകളെങ്കിലും കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ലൈവെങ്കിലും 1 ഷോട്ട് ലൈവുകളെങ്കിലും കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടിയിരിക്കും. സാറേ ഇപ്പോഴല്ലേ ഓണം എക്സാം കഴിഞ്ഞുള്ളൂ, ഇപ്പോഴേ ഞങ്ങളെ പേടിപ്പിക്കുന്ന എന്തിനാണ് ഞങ്ങളെ പേടിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നത്? ഒന്നിനുമില്ല. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ എഫേർട്ട് നിങ്ങൾ കുറയുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്കറിയാലോ. ഓണം എക്സാമിന് നിങ്ങൾ തന്നെ കണ്ടതാണ്, പുതിയ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് മാറി, പാറ്റേൺ മാറി. നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചുമ്മാ പറയണമെന്നല്ല, നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ, ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, അതിൻ്റെ പുറകെ നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കുറയുന്നുള്ള കാര്യത്തിൽ അത് 100% ഷുവറാണ്. അപ്പോൾ അതിനൊന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ട്. ഓക്കെ, ഇനി വരാൻ പോകുന്ന 2 മാസം ഞാൻ എന്താ ചെയ്യേണ്ടത്, ഏതാ ചാപ്റ്റേഴ്സ് എന്ന് വരെ അറിയാത്ത ഒരുപാട് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കൃത്യം 7 മണിക്ക് ഞങ്ങളൊരു സ്റ്റഡി പ്ലാനുമായിട്ട് വരുന്നുണ്ട്. എക്സാമിനർ ഫാമിലി നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റഡി പ്ലാൻ കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് 2 മാസം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ പഠിച്ചാൽ മാർക്ക് കിട്ടും, എങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പം ഇതൊരു പ്ലാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്ലാൻ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ, നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സ്വന്തമായിട്ട് ഇനിയുള്ള 2 മാസം ഞാൻ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുള്ളവർ ഈ ലൈവ് നിങ്ങൾ വരണ്ട. സാർ ഇത്രയും കോൺഫിഡൻസ് പറയാൻ കാരണം നിങ്ങൾ ഒരാൾ പോലും നിങ്ങൾ ചെയ്തിട്ടുള്ള പ്ലാൻസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കും, ആ പ്ലാനിൽ നിങ്ങൾ ചേഞ്ച് വരുത്തിയിരിക്കും. വേറൊരാൾ, അതായത് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫാക്കൽറ്റി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവും. നിങ്ങൾ സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ മോഡിഫിക്കേഷൻ വരുത്തും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോൺ നോക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളതിൽ ഈ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിൽ നിങ്ങളതിന് ഡൈവേർട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഒരു പ്രോപ്പറായിട്ട് അതിൽ യാതൊരു വിധത്തിലുള്ള ലൂപ്പ് ഹോളും ഇല്ലാതെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്ന രീതി നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് SSLC എക്സാം, ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക് എക്സാമിലേക്കുള്ള 2ാമത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ, ക്രിസ്മസ് എക്സാം എന്നുള്ളത് സെക്കൻഡ് ടൈം എക്സാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വലിയൊരു എക്സാമിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ അതിൽ നിങ്ങൾക്കൊരു ഹെൽപ്പായിട്ട് ഇന്ന് കൃത്യം 7 മണിക്ക് ഞങ്ങളൊരു ലൈവുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് പങ്കെടുക്കുക, അതിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കുക. എന്തൊക്കെയാണ് ചാപ്റ്റേഴ്സ്, ടോപ്പിക്സ് ഏതൊക്കെയാണ് വിഷയങ്ങൾ എനിക്ക് കടുപ്പമുള്ളത്, ഡിഫിക്കൽട്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈസി ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഇന്നത്തെ ലൈവിലൊന്ന് വരിക, നിർബന്ധമായിട്ടും വരണം. ഓക്കെ, അത് വേറൊന്നും കൊണ്ടല്ല, വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ആ പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുള്ളൂ. ഇച്ചിരിക്ക് പേടിയാവാം, ലേശം പേടിയാവാം, കാരണം നിങ്ങൾ SSLC ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഉള്ളിൽ കയറേണ്ട സമയം എന്നോ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചിലപ്പം പല പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവണത് ക്ലാസ്സുകളാണ്. ഓക്കെ, അതൊന്നും വേണ്ടെന്നല്ല സാറ് പറയണത്, അതൊക്കെ ഉണ്ടാവണം. പക്ഷേ നിങ്ങൾ ആ സമയത്ത് പഠിക്കാൻ വേണ്ടിയും കൂടെ നിങ്ങൾ എക്സ്ട്രാ ഒരു സമയം, എല്ലാവരുടെയും ലൈഫിൽ 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ചിലവാക്കുന്നതാണ് കാര്യം. ഓക്കെ, ആ 24 മണിക്കൂറിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ അവർ നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. നിങ്ങളിപ്പോൾ റെഗുലറായിട്ട് 4 മണിക്കൂർ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇനി അങ്ങോട്ട് 5 മണിക്കൂറെങ്കിലും മിനിമം പഠിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിയില്ലെങ്കിൽ പണിയായിരിക്കും.
ഓക്കെ, അപ്പോൾ അത്രയും സാറിന് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മുടെ ചാനലിൽ വരിക, ഒരു ലൈവ് ഉണ്ടാവുന്നതായിരിക്കും. ആ ലൈവിൽ നിങ്ങൾ പങ്കെടുക്കുക. ഇത് ഇത്രയും സീരിയസ് ആയിട്ട് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ ആ സീരിയസ്നെസ്സിലേക്ക് എത്തേണ്ട സമയം എന്നോ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കാണാം. ഇന്ന് കൃത്യം 7 മണിക്ക് വരിക എല്ലാവരും. ബൈ.